ഷോഗൺ ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ സീരീസാണ്. 2 എപ്പിസോഡാണ് നിലവിൽ റിലീസായിട്ടുള്ളത്. ഇതൊരു 10 എപ്പിസോഡുള്ള ഫസ്റ്റ് സീസൺ ആയിരിക്കും വരുന്നത്. ഈ ഒരു സീരീസ് ഹോട്ട്സ്റ്റാറിനകത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇത് ഹൂലുവിൻ്റെ ഒരു ഒറിജിനൽ സീരീസാണ്. 1600കളിൽ നടക്കുന്ന ഒരു കഥയാണ് ഈ ഒരു സീരീസിൽ കാണിച്ചു പോകുന്നത്. ഷോഗൺ എന്ന് പറയുന്ന 1975 ഇറങ്ങിയ ഒരു ബെസ്റ്റ് സെല്ലിംഗ് നോവലായിട്ടുള്ള ജെയിംസ് ക്ലാവൽ എന്ന് പറയുന്ന റൈറ്ററിൻ്റെ ബെസ്റ്റ് സെല്ലിംഗ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷനായിട്ടുള്ള ഷോഗൺ എന്ന് പറയുന്ന ആ ഒരു സീരീസിൻ്റെ ആ ഒരു നോവലിൻ്റെ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനാണിത്. ഭയങ്കര ബെസ്റ്റ് സെല്ലിംഗ് സാധനമൊക്കെ ആയിരുന്നു അന്ന് ആ ഒരു കാലഘട്ടം 1990 കാലഘട്ടങ്ങളിൽ. ഈ ഒരു നോവൽ ഭയങ്കര റെവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു നോവൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു നോവലായിരുന്നു. 10 എപ്പിസോഡുകളായിരിക്കും ഈ ഒരു സീരീസിന് വരുന്നത്. നിലവിൽ 2 എപ്പിസോഡുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ആ ഒരു 2 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ. ഇപ്പോൾ പൈലറ്റ് എപ്പിസോഡിൽ തന്നെ ഒരു ഗംഭീര സാധനം ഒരുക്കി വെച്ചേക്കും എന്നൊക്കെ പറയില്ല. അപ്പം ഒരു ഗെയിം ഓഫ് ത്രോൺസ് ലെവലിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു സീരീസാണ് എന്ന് പറഞ്ഞ് ഇതൊരു ഭയങ്കര ഫാൻറ്റസി ഫിക്ഷനൊന്നും അല്ല, ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷനാണ്. ആ ഒരു ഇതറിഞ്ഞുകൊണ്ട് തന്നെ കാണേണ്ടി വരും. ഇപ്പം ഗെയിം ഓഫ് ത്രോൺസ് ലെവലിലേക്ക് എന്ന് പറയുമ്പോൾ മേക്കിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഫ്രെയിമുകളും കാര്യങ്ങളും ഇതും കൂടുതലായിട്ടും ആ ഒരു ജാപ്പനീസ് സമുറായി ആ ഒരു അവിടുത്തെ 1600 കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന അവിടുത്തെ കുറച്ച് ഇന്നർ പൊളിറ്റിക്സും അവിടുത്തെ അതായത് രാജ്യഭരണം അല്ലെങ്കിൽ ഇന്നർ പൊളിറ്റിക്സ് അവിടെ നടക്കുന്ന കുറേ സാധനങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസിൽ കാണിച്ചു പോകുന്നത്. അതിനിടയ്ക്ക് ഒരു ഇംഗ്ലീഷ് ഷിപ്പ് വരുന്നു. അത് എന്തിനാണ് വരുന്നത്? ഒരു മിസ്റ്റീരിയസ് ആയിട്ടൊരു ഇംഗ്ലീഷ് ഷിപ്പ് കിട്ടുന്നു. ആ ഒരു ഷിപ്പിനകത്തുള്ള ആളുകളൊക്കെ എന്തിനാണ് വന്നത്? അങ്ങനെ കുറേ സാധനങ്ങൾ പോകുന്നു. ഇതിനകത്ത് കാതോലിക് ചർച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം 2 എപ്പിസോഡിൽ ഗംഭീരമായിട്ട് ഞാൻ പറയുന്നത് ഒരുപാട് സ്റ്റോറിയൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് അറിയാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ 2 എപ്പിസോഡിലും ഇതിനകത്ത് ക്യാരക്ടേഴ്സ് ആയാലും ഒരു ക്യാരക്ടർ ബിൽഡിംഗ് ആയാലും എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷോഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനാണ്, അതായത് ലോഡ് എന്ന് പറയുന്ന ഒരു പൊസിഷനാണ് ഷോഗൺ എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ നിലവിലെ ആ ഒരു രാജാവില്ല. അപ്പം അടുത്ത ഷോഗൺ ആരാണ്? യോഷി ടൊർനാഗ എന്ന് പറയുന്ന ലോഡ്. അപ്പം പുള്ളിക്കാരനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു സീരീസിനകത്ത് മെയിനായിട്ടും പറഞ്ഞു പോകുന്നത്. പുള്ളിയാണ് ഇതിനകത്ത് മെയിൻ നായകൻ എന്നുള്ള ഒരു സാധനം വരുന്നത്. അപ്പോൾ പുള്ളിക്ക് ഫുൾ ശത്രുക്കളാണ് അവിടെ. പുള്ളി ഒതുക്കാനായിട്ട് അവിടുത്തെ ഫുൾ കൗൺസിലും എല്ലാവരും ചേർന്നിരിക്കുന്നു. അപ്പോൾ പുള്ളിക്ക് അറിയാം പുള്ളിയുടെ ഡെത്ത് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പുള്ളിയെ തീർക്കാനാണ്, പുള്ളിയുടെ എനിമീസാണ് ഫുള്ള് കൂടെ ഉള്ളത്. അപ്പം അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെയാണ് പുള്ളിയുടെ സൈഡുകൊണ്ട് ആലോചിക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ഈ ഒരു ഇംഗ്ലീഷ് ഷിപ്പും അവിടെ നിന്ന് വരുന്ന ആളുകളും മൊത്തത്തിൽ ഇതിനകത്ത് ഇന്നർ പൊളിറ്റിക്സ് ഒക്കെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പം ഈ 2 എപ്പിസോഡിൽ ഇതിനകത്ത് നമ്മൾ പറയുന്ന ഗെയിം ഓഫ് ത്രോൺസ് ലെവൽ പോലെ തന്നെ ഒരു സ്ലോ ബേസിലാണ് പോകുന്ന സാധനം. പക്ഷേ ഫസ്റ്റ് എപ്പിസോഡ് കാണുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മേ ബി ഇതൊരു അടിപൊളി സീരീസ് ആകും. ഇത് തീർന്നു കഴിയുമ്പോൾ സീസണൊക്കെ തീർന്നു കഴിയുമ്പോൾ ഒരു അടിപൊളി സാധനമാകും. പക്ഷേ ആ ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആയതുകൊണ്ട് തന്നെ നല്ല സ്ലോയിലാണ് പോകുന്നത് സ്റ്റോറി. അതായത് മൊത്തം ഇന്നർ പൊളിറ്റിക്സ് കാണിക്കേണ്ടത് കൊണ്ട് തന്നെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം സ്റ്റോറി. ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, അവരെന്തുകൊണ്ട് ബിഹേവ് ചെയ്യുന്നു, എന്താണ് കാര്യങ്ങൾ, ആരൊക്കെയാണ്, ആരൊക്കെ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും, ആരുടെ കൂടെ നമ്മൾ നിൽക്കണം. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇപ്പം ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കാണുന്ന സമയത്ത് ഫസ്റ്റ് സീസണിലൊക്കെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളവരെ അടുത്ത് ഓക്കെ ഇന്ന ക്യാരക്ടർ എൻ്റെ ഫേവറേറ്റ് ആണെന്ന് പറയുന്നു. ആ സീസണിൻ്റെ അവസാനം അവർ ചാവുന്നു, പിന്നെ നമ്മൾ പോകുന്നു അടുത്ത ക്യാരക്ടറിനെ പിടിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ ഏത് ക്യാരക്ടർ ഏത് സൈഡിൽ നമ്മൾ നിൽക്കണം എന്നൊക്കെ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് കുറച്ച് എപ്പിസോഡുകൾ കഴിയും. 10 എപ്പിസോഡുണ്ട്. 1 മണിക്കൂറിൻ്റെ 10 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു വലിയ സാധനം തന്നെയാണ്. അപ്പം ഇതിനകത്ത് ഒരു 2 എപ്പിസോഡല്ലേ ആയിട്ടുള്ളൂ. ഇനി ഒരു 8 എപ്പിസോഡ് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷേ 2 എപ്പിസോഡ് തന്നെ ഒരു അടിപൊളി റേറ്റിംഗ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഈ നോവലിന് തന്നെ ഒരു എനിക്ക് തോന്നുന്നു 5ൽ 4, 4.5, 4.75 ഒക്കെ റേറ്റിംഗ് ഉള്ള ഒരു നോവലാണ്. അപ്പം ആ ഒരു സീരീസിലേക്ക് വന്നപ്പം എല്ലാം എവിടെ നോക്കിയാലും ഇപ്പം 10ലാണെങ്കിൽ 9, അല്ല 5, 4ലാണെങ്കിൽ 5, 4 അങ്ങനെയല്ല 4ലാണെങ്കിൽ 5ലാണെങ്കിൽ 4 അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം മൊത്തത്തിൽ ഇതൊരു ബെസ്റ്റ് സീരീസ് എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ആ ഒരു അവാർഡ്സൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു കുറേ നോമിനേഷൻ വരാൻ ചാൻസ് ഉള്ളൊരു സീരീസ് കൂടി ആയിരിക്കും ഷോഗൺ എന്ന് പറയുന്നത്. പിന്നെ ഈ പഴയ 1600കൾ കാണിക്കുന്നു, ഒരു ജാപ്പനീസ് സമുറായി സാധനങ്ങൾ കാണിക്കുന്നു. അതൊക്കെ ഒരു സീരീസിനെ വെച്ച് നോക്കുമ്പം നമ്മൾ കാണുന്ന സമയത്ത് കുറച്ച് ഒരു വെറൈറ്റിയാണ്. അതേപോലെ തന്നെ ലാംഗ്വേജിനകത്ത് കൂടുതലും ജാപ്പനീസാണ് പറയുന്നത്. ഇംഗ്ലീഷ് വേർഷൻ അല്ല, ജാപ്പനീസ് വേർഷനാണ്. അപ്പം ആ ഒരു സമയത്ത് അതായത് അന്നത്തെ ജാപ്പനീസുകാർക്ക് ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയില്ല. ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ് ഈ ഒരു ഇംഗ്ലീഷ് ഷിപ്പിനകത്ത് ആളുകളോട് സംസാരിക്കുന്നത്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി കൂടുതൽ അറിയുന്ന സമയത്ത് ഈ ഒരു ഷിപ്പിൽ വന്ന അതിനകത്ത് മെയിൻ ഒരാളുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ എന്താണ് ഉദ്ദേശം, പുള്ളി ഏത് സൈഡിൽ നിൽക്കും എന്നൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളെ പറയാൻ പറ്റുള്ളൂ. ഞാൻ ആ ഒരു നോവലിലെ ജസ്റ്റ് ഒന്ന് സമ്മറി വായിച്ച് നോക്കിയ സമയത്ത് ജസ്റ്റ് സ്റ്റോറി എങ്ങനെ പോകും എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ അത് പറഞ്ഞ് ഞാൻ സ്പോയിലറായി പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം ഷോഗൺ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. അടിപൊളി ഒരു സീരീസാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല, ഇഷ്ടപ്പെടും എന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നൊരു സീരീസായിരിക്കും ഷോഗൺ.